അയ്യോ എന്റെ ക്യാമറ നനയിനേ. അപ്പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലി നേരത്ത് പരല് വെള്ളത്തിലൂടണല്ല. ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് കണ്ടില്ലേ സംഭവം. ഭാഗ്യം എത്ര കിലോ ഉണ്ടായിരുന്നേട്ടാ? 8,700 മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, കൊറോണ ഇല്ലായിരുന്നു എങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ക്വാറന്റൈൻ ഒരു എൻജോയ്മെന്റ് ഡേയ്സ് ആണ്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളൊരു ഹണിമൂണിന് പോയിട്ടില്ല, ഒരു ശനി ഞായറും ഞങ്ങൾ പുറത്ത് പോകാറില്ല, ഒന്നുമില്ല, ഒരു എൻ്റർടൈൻമെൻറ്റും ഉണ്ടാവാറില്ല ജീവിതത്തിൽ. ഇതിപ്പോൾ ദിവസങ്ങൾ മുഴുവൻ ചിരിച്ചും കളിച്ചും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ കൊറോണയ്ക്ക് ഒരു കുഞ്ഞ് താങ്ക്സ് ഒക്കെ പറയണം. കൊറോണ അതൊരു രോഗമായ കാരണം കൊണ്ടാണ് അതൊരു കുഞ്ഞ് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇതുപോലെയുള്ള ചേട്ടപ്പത്. ഇപ്പോൾ അക്കാബോനിക്സ് എന്ന് പറയുന്ന ഓർത്തുനിന്ന് ആള് പച്ചക്കറി എടുക്കാൻ കായൊക്കെ എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ മീൻ ഇപ്പം ഒന്ന് വലിയ ഇങ്ങനെ കുറച്ച് വലുതായി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആള് മേടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ നമ്മുടെ ചേട്ടന്മാർക്ക് ശ്രീകുട്ടനൊക്കെ മീൻ വേണം. അപ്പോൾ മീൻ നന്നാക്കൽ ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. ചീച്ചയാണ് കേട്ടോ. ഇതിങ്ങനെ ഈ വഴുവഴുന്നിരിക്കുന്ന മീനാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ന്യൂ ഇയറിന്റെ വ്ളോഗിൽ പോയപ്പോൾ ന്യൂ ഇയറിന്റെ വ്ളോഗിലൊക്കെ ഇല്ല, അതെ, ന്യൂ ഇയറിന്റെ വ്ളോഗിൽ പോയപ്പോൾ ഞാൻ അക്വാഫോണിക്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതില് കാലിട്ടിരിക്കുക, നല്ല തെറാപ്പി കേട്ടോ, മീൻ തെറാപ്പി. ഇത് അപൂർവ കാഴ്ചയാണ് മോനെ, ഇത് അപൂർവ കാഴ്ചയാണ്. ഞാൻ ടിക്ടോക്കില് ടിവിയിലൊക്കെ ആയിട്ട് എങ്ങനെ കണ്ടിട്ടുള്ളൂ, യൂട്യൂബില് ചില ചാനൽ. അയ്യോ എന്റെ മേത്തേക്ക് വെള്ളമാണ് എന്റെ ക്യാമറ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കുട്ടികളുടെ അല്ലേ മതി. നമ്മുടെ അവിടെ കുഞ്ഞു പീക്കിരി കാടികൾക്ക് ഇട്ട് കൊടുക്കാൻ മേടിച്ചതാ. സത്യം പറഞ്ഞ അവിടെ ഒക്കെ ഉണ്ട്, അവരൊന്നും എത്തിയിട്ടില്ല, ഇവിടെ ഉള്ളവര് മാത്രം. എനിക്കൊന്ന് കൈയിട്ട് വരുന്നത് നല്ല ആഗ്രഹമുണ്ട്. ശ്രീകുട്ടായിരിക്കല്ലേ കാല് തെറാപ്പിക്ക് വേണ്ടിട്ട് പ്രത്യേകതരം മത്സ്യങ്ങൾ. ഇതെങ്ങനെയാ നന്നാക്കണ ചേച്ചിയെന്ന് ചോദിച്ചിട്ട് ഒരാളെ എനിക്ക് മെയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ചെതമ്പല് നല്ല ഈസി ആയിട്ട് പോകണ്ട കേട്ടോ. പിന്നെ ഒരു ചെറിയ വഴുവഴുപ്പുണ്ട് കേട്ടോ മീന്. തൊലി പൊളിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു. തൊലി പൊളിക്കാണോ എന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ആയിരിക്കും കേട്ടോ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം സജനേറ്റ് ചെയ്തപ്പോ ചെതമ്പല് തൊലി പൊളിക്കാണ് ആളുകൾ. ആദ്യം നമ്മൾ ഇതിന്റെ വാലിങ്ങനെ വെട്ടിക്കളയണം, കണ്ട ഇങ്ങനെ വാല് വെട്ടിക്കളയണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചിറകുകളൊക്കെ ഇങ്ങനെ വെട്ടിക്കളയണം. ഇതൊക്കെ വെട്ടിക്കളയാ. എന്തിനെങ്കിലും പറ്റുമോ ശ്രീകുട്ടാ? മീനിന്റെ ചേതമ്പല് മുഴുവൻ മേലുണ്ട് എത്തണം. നേരെ ചെന്ന് കുളിപ്പിച്ചാ കൂടി പോവില്ല. അവിടെ നിന്ന് കളയല്ലേ ശ്രീകുട്ടാ. ഞാൻ ചേതമ്പല് കളഞ്ഞാ മോനെ മതിയോ മോനെ? അതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ അവർക്ക്. മതി ചേതമ്പല് കളഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ അങ്ങനെ കളയണം. വലിക്കണം. ഇതിങ്ങനെ കണ്ട ഞാൻ ചേതമ്പല് കളഞ്ഞിടാം, ബാക്കി ചെയ്തോ. ഇങ്ങനെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നമ്മൾ വലിക്കണം. ചിലർ ഇതിൻ്റെ തൊലി കളയുന്നവരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു തൊലി കളയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ചേതമ്പലുള്ള മീനിൻ്റെ തൊലി കളയില്ലേ ശരിക്കും? ചേതമ്പല കളയാം.
കരിഞ്ഞണ്ടി ചുട്ടെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ കാര്യം. അതിൽ കമന്റ് വായിച്ചാ അത് പിന്നെ ചേട്ടന്റെ ഭാഗമല്ല നിക്കുള്ളവര്, അല്ലെങ്കിൽ ചേട്ടനെയാണ് അവർക്ക് കൂടുതൽ, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതല്ലാണ്ട്. അല്ലെങ്കിൽ ചേട്ടനെയാണ് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ചെതല് കളയാനല്ല ശ്രീകുട്ട, ചെതമ്പൽ. നമ്മളതിന്റെ വയറിങ്ങനെ കീറുക. ഞാൻ ചെതമ്പല് കളഞ്ഞിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ഈ 6 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ചേട്ടനായിട്ട് കിട്ടുന്ന അസുലഭ നിമിഷങ്ങളാണിത്. മീൻ നന്നാക്കാനല്ല, എല്ലാത്തിനും. പിന്നെ പൂച്ചേനെ ഓടിപ്പിക്കാൻ പോവാ, ഏർപ്പാട് ചെയ്യാന്ന്. പൂച്ചേ എന്തിനാണ് ഇത്ര അധികം മീനെന്ന് നിങ്ങൾ വിചാരിക്കാൻ കേട്ടാ. ഇത് നമ്മള് ഒറ്റയടിക്ക് തിന്ന് തീർക്കൊന്നുമില്ല, 2-3 ദിവസമൊക്കെ ആയിട്ട് തിന്ന് തീർക്കും. കൂത്തു കടിച്ചിട്ട് ഒരു നിവൃത്തിയില്ല, ഡെങ്കു വരും അവന്. പ്ലാസ്റ്റിക് കത്തിക്കല പൊന്നോ. അതിലല്ല അതിലൂട്ട അവിടെ കൊണ്ട് കളഞ്ഞു ഞാനൊക്കെ. അതിന്റെ ഉള്ളിലുണ്ടാവുന്ന പറഞ്ഞ കൊതുകി പഞ്ചായത്തിൽ നിന്ന് പോയിണ്ടാവും. ഇതാണ് നീക്കോ അല്ലെങ്കിൽ ഇത് ഉരുക്കി പിടിക്കും. ഇത് ആവശ്യം വരണ. അയ്യോ ചേട്ടോ, പഞ്ചായത്തിൽ പോയി പാടുള്ളൂ. അപ്പോൾ മീൻ നന്നാക്കൽ ഇങ്ങനെ നീണ്ട ഒരു പ്രോസസ്സായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ മീനിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ചുറ്റും വീടുകളുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ ഒഴിച്ച് കളയാൻ പറ്റില്ല. പിന്നെ ഒരു സ്മെല്ലും ഉണ്ടല്ലോ, അത് നാളേക്കാവുമ്പോൾ ചീഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ല് എടുക്കും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്തൊരു മൂലയിലായിട്ട് അത് കുഴിച്ചിടാണ് ഏട്ടൻ. മീൻ നന്നാക്കി ഇങ്ങനെ ഇരിക്കൽ ഇത്ര അധികമുള്ള കാരണം ഉണ്ടാട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. കുറേ വട്ടം കഴുകണം, അതിൻ്റെ ആ വഴുവഴുപ്പ് പോകുന്ന അത്രയും കഴുകണം. നമ്മൾ മിക്കതും കുറേ ഉള്ള കാരണം ഫ്രിഡ്ജിൽ വെക്കുന്ന കാരണം അത്രയും നന്നായിട്ട് തന്നെ കഴുകണം. പിന്നെ ഒരുപാട് ദിവസമൊന്നും ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളൊരു മീനല്ല കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് മേടിച്ച് 1 കിലോനൊക്കെ മേടിച്ച് അപ്പം തന്നെ നല്ല ഫ്രഷായിട്ട് മീൻ കറി വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ. അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ല. ഒന്നാമത്തേക്ക് പേഴ്സണലി മീനൊക്കെ ഇഷ്ടമല്ല, പക്ഷേ ഭാഗ്യനും അച്ഛനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഇഷ്ടമല്ല, ചേച്ചി അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കില്ല. കഴിക്കുമെന്നുണ്ടെങ്കിലും പക്ഷേ ഞാനും കഴിക്കുമെന്നേ ഉള്ളൂ, ഒരുപാട് ഇഷ്ടമൊന്നുമില്ല. നമ്മുടെ ചാള വറുത്തതിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റൊന്നും എനിക്ക് ഇതിന് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആകെ വരഞ്ഞ് നല്ല ഭംഗിയാക്കി എടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് പുഴമീൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ഏട്ടൻ പറയണത്. അപ്പോൾ സംഭവങ്ങളൊക്കെ അരിയാണ്, ഉള്ളി അരിയാണ്. പിന്നെ കഷ്ണം നമ്മുടെ കൂട്ടാൻ്റെ ചാറ് വെക്കാനായിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ വലിയ കഷ്ണങ്ങളാവും. പിന്നെ ബുദ്ധിമുട്ടാണ് കഴിക്കാൻ, നിറയെ മുള്ളുണ്ട്. അപ്പോൾ കഷ്ണാക്കിയിട്ട് ഇടാണ്. നല്ല ടേസ്റ്റിൽ വെക്കുകയാണെങ്കിൽ ചാറ് ഗംഭീര ടേസ്റ്റായിരുന്നു കേട്ടോ. ചാറിനോട് മുട്ടണ്ട. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവപ്പൊടി, അത് നമ്മുടെ അളവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക് നാടനാണ് കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല, അത്രയും സാധനങ്ങൾ മതി നമുക്ക് കേട്ടോ. അപ്പോൾ ഭാഗ്യൻ്റെ നാളികേരം അരിഞ്ഞിരുന്നുണ്ട്, ചിരകി തരുന്നുണ്ട്. 2 നാളികേരമാണ് നമ്മൾ എടുത്തത്. ഇനി ഭാഗ്യം പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഭാഗ്യൻ ഞാൻ പറഞ്ഞു കൊടുക്കും, ഭാഗ്യം വെക്കും എന്നാണ് ഭാഗ്യം പറഞ്ഞിരിക്കുന്നത് കേട്ടാ. എന്നെ മീൻകറി വെക്കാൻ പഠിപ്പിക്കുകയാണ്. മീൻകറി വെക്കാൻ നമുക്ക് ഭാഗ്യനെ പഠിപ്പിക്കാം. കൊല 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 നടക്കുന്നേ, പിന്നിൽ കൊല നടക്കുന്നേ. അപ്പൊ ആദ്യം നമ്മുടെ ഉരുളി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഉരുളിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. മതി. അതിലേക്ക് നമ്മള് ഉള്ളി എല്ലാട്ടാലും കുഴപ്പമില്ല, എല്ലാം ഒരുമിച്ച. ഉള്ളി ഒന്ന് വഴണ്ടിട്ട് ഇട്ടാലും മതി. ഓക്കെ, എന്നാ അങ്ങനെ ഇട്ടാൽ മതി. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്നായി കിട്ടും. കുറച്ച് ഉപ്പ് ഇട്ടോ, കല്ലുപ്പായാലും കുഴപ്പമില്ല. കല്ലുപ്പ് എന്താ പൊട്ടിത്തെറിക്കൊന്ന് ചോദിക്കുന്നായിട്ട്? അത് ബോംബാണോ? കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു കല്ലുപ്പ് ഇട്ടാ പൊട്ടിത്തെറിക്കൊന്ന്. അപ്പൊ എന്തൊക്കെ ഇട്ടേന്ന് പറയണം. അതില് വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, നാടൻ മുളക്, ഇനിയെല്ലാം വേപ്പിൻ്റെ ഇലയും കൂടി പൊട്ടിച്ചിടണം. ഇന്നലെ നമ്മള് വൃത്തിയാക്കി ഇട്ട നമ്മുടെ വേപ്പിൻ്റെ എല്ലാം കൂടെ, നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ച വേപ്പിൻ്റെ ഇല.
മല്ലിപ്പൊടി ഉണ്ട്, മുളക് പൊടി ഉണ്ട്, പിന്നെ കാശ്മീരി ചില്ലി ഉണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്. ഇതെന്തിട്ട് പൊടിയാ മോനെ? ഉലുവപ്പൊടി. പിന്നെ നന്നായി ഇല്ല, പക്ഷെ മീൻകറി ഞാൻ അടിപൊളിയായിട്ട് വയ്ക്കും. ഞാൻ വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതുമാതിരി തന്നെ എനിക്ക് വെക്കാറില്ലാന്ന് വലിയ വീരവാദം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു. എനിക്കറിയാം. എന്നിട്ട് സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെ കൂട്ടാനൊന്നല്ല, കൂടുതലാണ് വെച്ചായിരുന്നു. സൂപ്പറായിട്ട് വെച്ചായിരുന്നു. കുടംപുളി ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്വന്തം പറമ്പിലെ. സ്വന്തം പറമ്പിലെ. ഇത് സ്വന്തം പറമ്പിലാണാവോ? ആണോ? അതോടൊപ്പം തന്നെ നമ്മള് അതൊന്നും ചീന്തിയിടാറുന്നില്ലേ? രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. അത് എടുക്കാറില്ലേ പുളി കൂടി ഉണ്ടെങ്കിൽ? അത് കാരണം ചീന്തിയിടാത്ത രണ്ടാം പാലാണേ. രണ്ടാം പാല് തന്നെ. ഇത് തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കോളൂ. ഇത് നമുക്ക് ഇതിലിട്ട് രണ്ടാം പാല് നമ്മൾ ആദ്യം ഒഴിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിലിട്ട് വെക്കണം. സാധനങ്ങളൊക്കെ വേവാൻ വേണ്ടിയിട്ട് രണ്ടാം പാല് ഒഴിക്കണം. ഒന്നാം പാല് നമുക്ക് വേവണ്ടാവും. ഒന്നാം പാല് വെന്ത് കഴിഞ്ഞ് തിളച്ചിട്ടുണ്ടെങ്കിൽ പിരിയും. നന്നായിട്ട് തിളച്ചു. അപ്പൊ നമുക്ക് അതിൽ മീനിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ നോക്കി വെച്ച മീനിട്ട് കൊടുക്കാം. വലിയ കാര്യമായിട്ട് ഇങ്ങനെ കയ്യിലൂടെ ഇളക്കി വെക്കണം. നമുക്ക് ഇങ്ങനെ ഒന്ന് മൂടി ഇതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒന്ന് ഇതായിട്ട് കിടക്കണം. ഇതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്കതിനെ ഒന്ന് മൂടി വയ്ക്കാം. പ്രതിപാദിച്ചിരിക്കുന്നത് വാവ് എൻ്റെ പൊന്നോ. നമ്മൾ നമ്മുടെ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ അപ്പോൾ ഒന്നാം പാല് ഒഴിച്ചു. ഇങ്ങനെ നമുക്കിതിങ്ങനെ ഒന്ന് എന്താ പറയുക, ഒന്ന് ഇതാവട്ടെ കേട്ടോ. ഒന്ന് ഒന്നാം പാലൊന്ന് വേവാൻ വേണ്ടി അനുവദിക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫൈനലി നമുക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതോടൊപ്പം തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ തിക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാണ്ടൊക്കെ നോക്കണം നമ്മൾ. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം കേട്ടോ. അതേ മീൻ കഷ്ണം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ? നാളേക്ക് കാലത്തേക്ക് ആകുമ്പോഴേക്കും ഒന്നും കൂടി പെടയും. അപ്പോൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ബാക്കി അരിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. വേപ്പിൻ്റെ എല്ലാം അങ്ങനെ ഇട്ടാൽ അങ്ങോട്ട് പിടിക്കില്ല അതിലേക്ക്. അപ്പോൾ നമുക്കിത് ഒന്ന് അരിഞ്ഞ് ഇങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ട് വരാം കേട്ടോ. സുജാത ചേച്ചിയോട് പറഞ്ഞാൽ ചിലപ്പോൾ പേസ്റ്റാക്കിയത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച സംഭവം ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇത്തിരി അധികം ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുരുമുളക് പൊടി ഇത്തിരി അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, പൊടിക്ക് ചുരുക്കം വെച്ച് കൊടുക്കുക. ഇതങ്ങോട്ട് പേസ്റ്റാക്കി ഇട്ട് എടുക്കാം. സ്പൂണൊന്നും ശരിയാവില്ല, നമുക്കിതിനങ്ങനെ തേച്ച് പിടിപ്പിക്കും. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഇതിനെ ഇങ്ങനെ കുറച്ച് നേരം വെക്കാം. നമ്മുടെ മീൻ മൊത്തം ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം അല്ലേ. വറുത്തെടുക്കാനായിട്ട് പാൻ വെക്കുക. കാലത്ത് കൂട്ടാൻ വെച്ചപ്പോൾ ഇത്തിരി എണ്ണ കൂടിപ്പോയി, അതുകൂടി ഉണ്ടായിരുന്നു. വേപ്പിൻ്റെ ഇല ഒരു ഫ്ലേവറിന് അങ്ങോട്ട് കിടക്കട്ടെ. കുറേ കിട്ടി നമ്മുടെ മുറ്റത്തുനിന്ന്. മീൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. മസാല എല്ലാത്തിനും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. സിമ്മിലാക്കി ഇടാം, നന്നായിട്ടൊന്ന് വേവട്ടെ. മസാല ഒന്ന് ഇതായതാണ് കേട്ടോ, കുഴപ്പമില്ല. ബാക്കി പറഞ്ഞത് കരിഞ്ഞതാണ് എല്ലാ രസം. നമുക്ക് അടുത്ത വശം ഒന്ന്
വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല തുമ്പപ്പൂ ചോറ് തൂശിനയിലേക്ക് അങ്ങോട്ട് വിളമ്പുക. അതോടൊപ്പം തന്നെ നമ്മുടെ വെച്ച മീൻ കഷ്ണം നല്ല ഉപ്പും മുളകും ഒക്കെ പിടിച്ചത് ആ ഇലയുടെ ഒരു ഭാഗത്തേക്കായിട്ട് അങ്ങോട്ട് വിളമ്പുക. അത് കഴിഞ്ഞിട്ട് വറുത്ത മീൻ കഷ്ണം വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ മീൻകറി കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, ചിലർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് എത്രമാത്രം രുചികരമാണെന്ന്. അപ്പോൾ അതിങ്ങനെ ഒരു കഷ്ണം എടുത്ത് ഇത്തിരി ചോറ് അങ്ങോട്ട് പിടിച്ചിട്ട് സൂപ്പറായിട്ട് മീൻകറി മുട്ടണ്ട ആണോ? വാക്കുകളില്ല മോനെ പറയാൻ. അടിപൊളിയായിട്ട് അടുത്ത ആൾ കഴിക്കുന്നത് കാണട്ടെ. ശ്രീകുട്ട മീൻ വറുത്തത് മാത്രം കൂട്ടി കൊണ്ട ശ്രീകുട്ട ആദ്യം നമ്മുടെ മീൻകറി ഇങ്ങനെ അത് കുഴച്ച് ഒരു കഷ്ണം മീൻ ഇങ്ങനെ പൊട്ടിച്ചത് ഇങ്ങനെ അവിടെ വെച്ച് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മീനും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വൈകുന്നേരം തന്നെ സത്യം പറയാൻ എല്ലാ മീൻ പൊള്ളിക്കാനായിട്ട് എല്ലാം പൊടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ബാക്കിയെന്ന്. അല്ലെങ്കിൽ സാധാരണ കിണ്ണത്തിലാണ് ചോറുണ്ണാറ്. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇനി ഇതിൽ നല്ലൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്, ടേക്ക് കെയർ. ബൈ ബൈ. ബൈ പറയും എല്ലാവരും. ബൈ ബൈ.